അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവനെങ്ങോട്ടാണ് ഈ കൊറോണ കാലത്ത് യാത്ര ചെയ്യണമെന്ന്. അതവിടെ നിൽക്കട്ടെ. പുതിയ പുതിയ ന്യൂസുകൾ അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരന്മാരോടൊക്കെ പറയുക, സപ്പോർട്ട് ചെയ്യിപ്പിക്കുക കേട്ടാ. ഞാനൊരു കിറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കിറ്റ്, ഓണക്കിറ്റല്ല, എമർജൻസി കിറ്റ്. സർക്കാർ പറയാൻ കാരണം ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ആകെ വെള്ളമൊക്കെ പൊങ്ങി, ഇപ്പോൾ 2 പ്രളയം കഴിഞ്ഞ് കൊറോണ വന്ന് അതിനുശേഷം വീണ്ടും അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ ഹൈ റേഞ്ച് സ്ഥലങ്ങളിലൊക്കെ വെള്ളം പൊങ്ങി തുടങ്ങി. അപ്പോൾ ആ സാഹചര്യത്തിലാണ് സർക്കാർ എമർജൻസി കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കിറ്റ് കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയത്. ആ കിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ സാധാരണ യാത്രകളിലൊക്കെ കിറ്റ് ഇങ്ങനെ ഒരു എമർജൻസി കിറ്റ് കൊണ്ടുപോകാറുണ്ട്. അതിലും കുറച്ചും കൂടി വേറെ സാധനങ്ങൾ കുറച്ചും കൂടി ഉണ്ട്. അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് തോന്നി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരാനുണ്ടായ സാഹചര്യം. അപ്പോൾ നമുക്ക് ആ എമർജൻസി കിറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ വീടിൻ്റെ ഉയർന്ന പ്രദേശം നോക്കിയാണ് ഈ എമർജൻസി കിറ്റ് വെക്കാൻ, അതായത് എല്ലാവരും കുടുംബാംഗങ്ങൾ കാണുന്ന വിധത്തിൽ ഇത്തിരി ഉയർന്ന പ്രദേശത്ത് വെക്കാൻ. കാരണം വെള്ളം വന്നാൽ ഇതിൽ വെള്ളം കയറരുത്. കാരണം പെട്ടെന്നൊരു വീട് വിട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ എമർജൻസി കിറ്റ് കരുതുന്നത്. കാരണം ഒരുപക്ഷെ പോലീസുകാരായിരിക്കും വന്ന് മുന്നറിയിപ്പ് വേണ്ടത്, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ആയിരിക്കും നമുക്ക് മുന്നറിയിപ്പ് വേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വീട് വിട്ട് ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ജീവനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ സർക്കാർ പറയുന്നത്, ഒന്ന് ID പ്രൂഫുകൾ, അതായത് ആധാർ കാർഡ്, അതുകൂടാതെ ആധാരം, അങ്ങനെയുള്ള സാധനങ്ങൾ ID പ്രൂഫുകൾ എടുത്ത് മാറ്റി വെക്കുക, ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് മാറ്റി വെക്കുക. ഇതെല്ലാം ഒരു ബാഗിൽ കരുതാന്നാണ് പറയുന്നത്. അതുകൂടാതെ ഒരു റേഡിയോ ചെറുതായാൽ മതി, ഇത്ര വലിപ്പം വേണമെന്നില്ല. അത്യാവശ്യം ന്യൂസുകളൊക്കെ കേൾക്കാൻ വേണ്ടി, കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമല്ലോ. അതുകൂടാതെ മെഡിസിൻ കരുതാന്ന് പറയുന്നുണ്ട്, വിക്സ്, അതുകൂടാതെ തന്നെ പനി, തലവേദന, അങ്ങനെയുള്ള നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ കരുതുക. അതുകൂടാതെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടത്തിൽ കരുതുക എന്നുള്ളതാണ് അത് പ്ലാസ്റ്റിക് കിറ്റിൽ കരുതുക. ഓക്കെ. അതുകൂടാതെ ടോർച്ച് റീചാർജിന് ടൈപ്പ് ഉണ്ട്, അതുകൂടാതെ ബാറ്ററിയുടെ ടൈപ്പ് ഉണ്ട്. ഏതായാലും ഒരു ടോർച്ച് കരുതുക. ഓക്കെ. പിന്നെ ഡെറ്റോള്, ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ മേടിക്കുന്നത് നല്ലത്, അതാണ് നമുക്ക് കൊണ്ടുനടക്കാൻ എളുപ്പമാണ്. അത് ഫുൾ ചാർജുള്ള ഒരു മൊബൈൽ ഫോൺ, ചാർജ് ചെയ്ത ഒരു മൊബൈൽ ഫോൺ കരുതുക എന്ന് പറയും. 500 ml വെള്ളം എത്ര വേണമെങ്കിലും കരുതാം, ബോട്ടിൽ വെള്ളം കരുതുക എന്നാണ് പറയുന്നത്. പിന്നെ ORS, ഇത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് അത്യാവശ്യം 2-3 പാക്കറ്റ് കരുതുക എന്നുള്ളത്. അതുകൂടാതെ പവർ ബാങ്ക്, അത് ഒരെണ്ണം കരുതുക നല്ലത് നോക്കിയിട്ട്. പിന്നെ ATM കാർഡ്, അതുകൂടാതെ അത്യാവശ്യം പണം. പിന്നെ പൊട്ടിയാൽ പൊട്ടാവുന്ന ഒരു ഓയിൽമെൻറ്റ്. അതുകൂടാതെ കത്തി പുറത്ത് കടയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ എല്ലാം കൂടി ഉള്ളതാണ്. ടൂള്, വലിയൊരു ടൂളൊക്കെ ഉണ്ട്, വേറെ അഡീഷണൽ ടൂളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കരുതാവുന്നതാണ്. പിന്നെ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കരുതുക എന്നുള്ള പറയുന്നുണ്ട്. അതുകൂടെ ഡ്രൈ ഫുഡ് കരുതാൻ പറയുന്നുണ്ട്, ഈന്തപ്പഴം, അതുകൂടാതെ തന്നെ ഉണക്കമുന്തിരി, കപ്പലണ്ടി, അങ്ങനെയുള്ള ഐറ്റങ്ങൾ അത്യാവശ്യം കരുതാൻ പറയുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് വേണ്ടുള്ള അത് എന്തൊക്കെയാണോ അതൊക്കെ കരുതുക എന്നുള്ളതാണ്. ഇത്രയും സാധനങ്ങളാണ് സംസ്ഥാന സർക്കാർ നമ്മളോട് എമർജൻസി കിറ്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് എല്ലാ കുടുംബങ്ങളും കാണുന്ന വിധത്തിൽ വെക്കുക എന്നുള്ളതാണ്. പെട്ടെന്നൊരു സാഹചര്യം വന്നാൽ, വീട് വിട്ട് പോകേണ്ട വന്ന സാഹചര്യം വന്നാൽ എത്രയും പെട്ടെന്ന് ഇറങ്ങാമെന്നുള്ളതാണ്. ഇതിനുള്ളിൽ എല്ലാം അത്യാവശ്യ സാധനങ്ങളുണ്ട്. അതുകൂടാതെ ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും പുറത്ത് നല്ല മഴയാണ്, പല സ്ഥലങ്ങളിലും വെള്ളം പൊങ്ങി. ഇടുക്കിയിൽ ഉരുൾപൊട്ട് ഉണ്ടായിട്ടുണ്ട്, അവിടെ കുറേ ആൾക്കാർ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഓരോ ദിവസങ്ങളും നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കരുതലോടെ നിൽക്കേണ്ട ഒരു ദിവസങ്ങളാണ്. പിന്നെ അത്യാവശ്യം എന്താ പറയുക, ഞാനൊക്കെ യാത്രയിൽ പോകുമ്പോൾ കുറച്ചും കൂടി അഡീഷണലായിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകും. പിന്നെ ജാക്കറ്റ്, റെയിൻകോട്ട് കരുതാം. പിന്നെ ഗ്ലൗ, ഇത് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും, ഗ്ലൗ കരുതാം. പിന്നെ എമർജൻസി ലാമ്പ്, ഇത്
സോളാറിൽ വർക്ക് ചെയ്യും, അതുകൂടാതെ തന്നെ നോർമൽ കറണ്ടിൽ കുത്തിക്കാൻ വർക്ക് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് മാസ്ക്, അതുകൂടാതെ തന്നെ ഡ്രസ്സ് ഒരു ജോഡി ഡ്രസ്സ് എമർജൻസി ഇപ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടി നമുക്കൊരു ഡ്രസ്സ് കരുതാം. അതുപോലെ ലൈറ്റർ അത്യാവശ്യം കരുതാം. ഇപ്പോൾ സാനിറ്റൈസർ അത് കരുതാം. പിന്നെ ഇത് ബൾബാണത്, ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യാവുന്ന ബൾബാണത്. 2-3 മണിക്കൂറൊക്കെ കിട്ടും കുത്തിക്കഴിഞ്ഞാൽ. ഇതും വേണമെങ്കിൽ കരുതാം. പിന്നെ മൊബൈൽ ചാർജർ, അതുകൂടാതെ തന്നെ ഇത് ഞാൻ സൈക്കിളിനും അത്യാവശ്യം ലോങ് യാത്ര പോകുമ്പോൾ കുരുമുളക് സ്പ്രേ കരുതാറുണ്ട്. അത്യാവശ്യം ഒരു ധൈര്യത്തിന് വേണ്ടി കരുതാറുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെയാണ് സാധാരണ ഞാൻ യാത്രയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇന്ന് തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം ഈ സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ടെന്ന്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞപ്പോൾ ഒന്നും കൂടി നമുക്ക് കരുതേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഹൈ റേഞ്ചിൽ താമസിക്കുന്നവരൊക്കെ എന്താ പറയുക, ഇത് കരുതുന്നത് നല്ലതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഫയർഫോഴ്സ്, അതുപോലെ പോലീസുകാർ, അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത്. അവർ പറയുന്ന ഏത് നിമിഷവും നമ്മൾ തയ്യാറായിട്ട് നിൽക്കുക. വീട് വിട്ട് ഒഴിയേണ്ട വന്നാൽ അത് ഒട്ടും മടി കൂടാതെ, ഒട്ടും പേടി കൂടാതെ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുക എന്നുള്ളതാണ് നമ്മുടെ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ നിങ്ങൾക്ക് അറിവിലായിട്ടുള്ള പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരും. ഓക്കെ, കാണാം.